ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. രാവിലെ തൊട്ട് രാത്രി വരെ ഉള്ളതുണ്ട്. രാവിലെ തന്നെ ഫ്രിഡ്ജിൽ ഇരുന്ന ഒരു വേളാപ്പാരയാണ്, അതെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അത് ഐസ് പോകുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് വെക്കാം. ചോറ് വെക്കാനായിട്ട് അരി കഴുകി കലം വെച്ച് അരി അടുപ്പിലിട്ടിട്ടുണ്ട്. കഴിഞ്ഞ് ഞാൻ ഒരു ചായ ഇട്ട് കുടിച്ചു. പിന്നെ മോന് സ്കൂളിൽ കൊണ്ടുപോകാൻ ചപ്പാത്തി വേണമായിരുന്നു. ചപ്പാത്തിയും മുട്ടയും പുഴുങ്ങി കിഴങ്ങറിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അവന് പിന്നെ കഴിക്കാനും കൊടുത്തു. ചപ്പാത്തിയും കിഴങ്ങറിയും തന്നെയാണ് കഴിച്ചത്. അവനെ വിട്ടിട്ട് വന്നിട്ടാണ് ഞാൻ കാപ്പി കുടിക്കാതിരുന്നത്. പിന്നെ തേങ്ങ തിരുമ്മി വെച്ച് വറുത്തരച്ചാണ് നമുക്ക് വേളാപ്പാര കറി വെക്കേണ്ടത്. അങ്ങനെ വേളാപ്പാര കറിക്ക് വേണ്ടി തേങ്ങ വറുത്ത് പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ച് അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചക്ക വേവിക്കാം. ചക്ക അരിഞ്ഞ് കുക്കറിൽ അരപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുഴച്ചിങ്ങെടുക്കുക ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പിലയും എണ്ണയും കൂടെ ഒഴിച്ച് കുഴച്ചിങ്ങെടുക്കും. ചക്കയും മീൻകറി മാത്രം ഉള്ളായിരുന്നു. അങ്ങനെ വിചാരിച്ച് കുറേ മലക്കറി കിടന്ന് അതെടുത്ത് അവിയൽ വെക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കഷ്ണം വെന്തയിലോട്ട് അരപ്പ് ചേർത്ത് അടച്ച് വെച്ച് കരിവേപ്പിലയും ഇട്ട് ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ച് തവിടെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിയലൊക്കെ റെഡിയായിട്ട് പിന്നെ ഞാൻ മീൻ കഴുകാൻ പോയി. മീൻ കഴുകി റെഡിയാക്കിയിട്ട് വന്ന് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് കലക്കി ചേർത്ത് മീൻകറിയൊക്കെ റെഡിയായിട്ടുണ്ട്. പിന്നെ വന്ന് നോക്കിയപ്പോൾ ചോറും വെന്തിട്ടുണ്ട്. ഒരു 10-10:30 ആയി ഇത്രയൊക്കെ ചെയ്തു വന്നപ്പോൾ. പിന്നെ ഉണ്ണിയപ്പത്തിന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ണിയപ്പത്തിനും പിന്നെ അപ്പത്തിന് അരി വെള്ളത്തിൽ ഇട്ട് അത് അവിടെ അടച്ച് വെച്ചിട്ട് മുറ്റത്തോട്ട് ഇറങ്ങി തൂത്തിട്ടൊക്കെ വന്ന് ഉണ്ടമുളക് ഉണ്ട്, അതും പറിച്ചിട്ട് വന്ന്. ചക്ക ഉണ്ടായിരുന്നു, പഴുത്തയൊക്കെ പൂഴയാണ്. ചക്ക വേസ്റ്റ് കളയാൻ പോയപ്പോഴത്തേന് ഒരാളവിടെ നിന്ന് വേസ്റ്റ് കളയാൻ പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ തുണി കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ തുണിയൊക്കെ കഴുകി വാർപ്പിൻ്റെ മണ്ടയെല്ലാം കൊണ്ട് വിരിച്ചിടുന്നത്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തുണി ഉണക്കാനാണ് ഭയങ്കര പാട്. വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് ഒരു സഹായമാണ്. അത് കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ വന്ന് ചോറൊക്കെ ഉണ്ട് ഇച്ചിരി നേരം മയങ്ങിയിട്ടൊക്കെ വന്നപ്പോഴത്തേന് മക്കൾ വരാൻ സമയമായി. മക്കൾ വന്ന് അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്ത് ബിസ്ക്കറ്റും ചായയും കൂടെ കൊടുത്ത്. മൂത്തവൻ ഇന്ന് പോയില്ല കേട്ടോ, എക്സാമൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ അവനെ ട്യൂഷനും പറഞ്ഞു വിട്ട് ഇളയവനെ മദ്രസയിലും പറഞ്ഞു വിട്ടിട്ട് ഞാൻ പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാൻ കയറി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ടാണ് വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. പഠിച്ചു വരുന്നതേ ഉള്ളൂ. രാത്രിത്തേക്കിന് പിന്നെ ഉച്ചയ്ക്കത്തെ മീൻകറിയൊക്കെ തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചില്ല. പിന്നെ അന്നേരം കഴിച്ചില്ല. രാത്രി ഒരു 8-8:30 ആയിട്ടാണ് നമ്മൾ കഴിക്കാനൊക്കെ ഇരുന്നത്. അതിന് മുമ്പ് മക്കൾക്ക് പഠിക്കാനൊക്കെ ഉള്ളതൊക്കെ കൊടുത്ത് പിന്നെ 9-9:30 ആയപ്പോഴത്തേന് പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ അരച്ച് വെക്കാൻ വേണ്ടി വന്നു. ഉണ്ണിയപ്പത്തിന് ശർക്കര പാനിയാക്കി വെക്കണമായിരുന്നു. അത് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ കാണിച്ചെന്നേ ഉള്ളൂ. അത് തണുത്ത് വന്നിട്ടുണ്ട്. പച്ചരി ഊറ്റി മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇതൂടെ അരിച്ച് ചേർത്തിട്ട് പിന്നെ 2 നാഴി അരിയാണ് ഞാൻ ഇതിലിട്ടേക്കുന്നത്. അതിന് 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. അങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ സെറ്റായിട്ടുണ്ട്. അതവിടെ ഒരു വെള്ളത്തിൽ ഇറക്കി വെക്കണം, അല്ലെ രാവിലെ ആകുമ്പോൾ എല്ലാം ഉറുമ്പ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബായ്.